ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ വെഹിക്കിളിൽ വന്നിട്ടുള്ള ഫൈന് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. ഒരു സിമ്പിൾ കണ്ടന്റാണ്, അറിയാത്തവർ മാത്രം കാണുക. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വെഹിക്കിളിന് ഫൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല, ക്യാമറ ഫൈൻ അല്ലെങ്കിൽ നോർമൽ ഫൈൻ ഏത് വന്നിട്ടുണ്ടെങ്കിലും അതെങ്ങനെ ചെക്ക് ചെയ്യാം, അത് ജസ്റ്റ് അടക്കുന്ന ഒരു മെത്തേഡ് ജസ്റ്റ് ചെറുതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർ മാത്രം കാണുക, സിമ്പിൾ കണ്ടന്റാണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതാണോ നിങ്ങൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ വെബ് ബ്രൗസർ അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ ഏതാണെങ്കിലും നിങ്ങളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഏത് ബ്രൗസറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ക്രോം ആപ്ലിക്കേഷൻ ആണെങ്കിൽ ക്രോം ആണ് നോർമലി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത ശേഷം നേരെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ചെല്ലൻ ഡീറ്റെയിൽസ് എന്നാണ് ജസ്റ്റ് സെർച്ച് ചെയ്യേണ്ടത്. സെർച്ച് ചെയ്തെടുത്ത ഫസ്റ്റ് തന്നെ നമ്മളെ പരിവാഹൻ ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ കാര്യമാണ്, പറയാത്തവർ മാത്രം ജസ്റ്റ് കാണാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. പണ്ടെന്ന് പറയുമ്പോൾ കുറേ മുമ്പൊന്നുമല്ല, ഒരു 4-5 മാസം മുമ്പൊക്കെ നമുക്ക് ഈ വെറും നമ്പർ പ്ലേറ്റ് അടിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫൈന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് OTP കാര്യങ്ങളൊന്നും വേണ്ട. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ നമ്മുടെ വെഹിക്കിളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മസ്റ്റാണ്. മൊബൈൽ നമ്പറിലുള്ള വരുന്ന OTP വെച്ചിട്ട് വേണം നമ്മൾ ഫൈന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ OTP മസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഫൈൻ ഇവിടെ നോക്കാൻ പറ്റുന്നത് 3 ഓപ്ഷൻസ് ആണെന്ന്. ചില നമ്പർ നമുക്ക് SMS കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ അത് നോക്കാം. അതായത് ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമല്ലോ. പിന്നെ DL നമ്പർ ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വെഹിക്കിൾ നമ്പറാണ് നോർമൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചിട്ട് ജസ്റ്റ് ഡയറക്റ്റ് വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കും. പിന്നെ അതായിട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ച അടിക്കാണ്ട് ജസ്റ്റ് ക്യാപ്ച കാര്യങ്ങൾ അടിക്കുക. ക്യാപ്ച കാര്യങ്ങൾ അടിച്ചതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, നിങ്ങൾ ഏതാണോ മൊബൈൽ നമ്പർ വെച്ചാൽ അതിലോട്ട് OTP വരും. ജസ്റ്റ് ആ ഒരു OTP കാര്യങ്ങൾ അടിക്കുക. അതിനുശേഷം ജസ്റ്റ് സബ്മിറ്റ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP അടിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണാം. ഏറ്റവും താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര ചെല്ലാനുണ്ട്, ഇപ്പോൾ ടോട്ടൽ ചെല്ലാൻ നമ്പർ കാണാം. അതിൽ വാലറ്റ് നമ്പർ, ചെല്ലാൻ നമ്പർ, അതുപോലെ തന്നെ എത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യാനുണ്ട്, അതിന് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും ബോട്ടത്തിലായിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്കിതിൻ്റെ പ്രിൻറ്റ് കാണണം, അതായത് എങ്ങനെയാണ് ഫൈൻ വന്നിട്ടത്. ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ ഇവിടെ നിന്നാണ്, എങ്ങനെയാണെങ്കിൽ ഇവിടെ ചെല്ലാൻ പ്രിൻ്റ് എന്നതിന് നേരത്തായിട്ട് ഒരു യെല്ലോ കളർ പ്രിൻറ്റ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മേ ബി ഒരു ഇറർ വരും. ഇറർ വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു MVയുടെ ആ ഒരു പേജ് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതാണ് എനിക്ക് വന്നുള്ള ഒരു ഫൈൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പേയ്മെൻറ്റിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ പേ ആണ് ക്ലിക്ക് ചെയ്യണത്. ഇവിടെ ജസ്റ്റ് പേ ഓൺലൈൻ ഉണ്ടാവും, പേ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ പേയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫൈൻ അടക്കേണ്ട വീഡിയോ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നോക്കാൻ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ഗുഡ് ബൈ.